ഇന്നും പേരിടാത്ത ആ സ്വകാര്യ ഹോസ്പിറ്റൽ മനഃപൂർവ്വം ആളുകളെ നരഹത്യക്ക് അതല്ലെങ്കിൽ മനഃപൂർവ്വം കൊലപ്പെടുത്തിയ യുവതിയും കുഞ്ഞും രണ്ടുപേരുടെ മരണത്തിന് കാരണമായിട്ടും ഇന്നും ആളുകൾക്ക് ആ ഹോസ്പിറ്റലിന്റെ പേര് അറിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഒരിടത്തും ഒരു ചാനലും അവരുടെ പേര് പരാമർശിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ആ കൊലയ്ക്ക് കാരണക്കാരനായ ഡോക്ടേഴ്സും നഴ്സും ആരാണെന്ന് പറയുന്നില്ല. മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെന്ന രീതിയിൽ തന്നെയാണ് ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നാൻ സാധിക്കുന്നത്. കരുതിക്കൂട്ടിയുള്ള നരഹത്യ, ഇത്രയ്ക്കും ക്രൂരമായ അനുഭവമായിരുന്നു ആ സ്ത്രീ ആ ദിവസങ്ങളിലൊക്കെയും അവിടെ അനുഭവിച്ചത്. പക്ഷെ അതിനൊന്നും ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വാഭാവിക പ്രസവത്തിന്റെ എണ്ണം തികയ്ക്കാൻ വേണ്ടി സ്വാഭാവികമായ മരണത്തിലേക്ക് അവിടെ വരുന്ന ഓരോ കസ്റ്റമറിനെയും തള്ളിയിടുന്ന കാഴ്ച എത്രയോ ഭീതിജനകമായിരിക്കും ആ സ്ത്രീ 2 ദിവസത്തോളം അവിടെ അനുഭവിച്ചത്. ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളും പാടുപെട്ട് അലറി വിളിച്ചുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന രീതിയിൽ അപേക്ഷിച്ചിട്ടും ബന്ധുക്കളെല്ലാവരും ഇതുവരെ ആ പെൺകുട്ടിയെ ചികിത്സിച്ച ഡോക്ടറെ കാണിക്കണം എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ മനഃപൂർവ്വം അവളെ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത ഡോക്ടേഴ്സും ആ ഹോസ്പിറ്റലും ഒരുപക്ഷെ കേരളം മുഴുവനും ബഹിഷ്കരിക്കേണ്ട ഹോസ്പിറ്റൽ. പക്ഷെ പിന്നീടും അവിടെ തിരക്കുകൾ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഏതാണ് ഹോസ്പിറ്റൽ എന്ന് പോലും ആർക്കും അറിയില്ല. ആ ദിവസത്തെ ഭീകരാവസ്ഥയെക്കുറിച്ച് ആ അമ്മ തന്നെ പറയുന്നത് പല തരത്തിലാണ്. ഒന്ന് കേട്ടു നോക്കൂ. ഓപ്പറേഷൻ ചെയ്യാൻ എന്റെ കുഞ്ഞനെ എത്രയോ വട്ടം വിളിച്ചാണ്. ഓപ്പറേഷൻ ചെയ്തുപോലെ കേൾക്കുന്നില്ല, ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്നില്ല പോലെ. ഞാൻ മരിച്ചു പോകുക അമ്മേ, ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ ഓരോട് ചോദിച്ചു. കണ്ണൊക്കെ രണ്ടും തള്ളിയിട്ട് ശരീരം ഒന്നായിട്ട് വീർത്തിട്ട് അവളെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ശരീരം വീർത്തിട്ട് കറുത്തിട്ടൊന്നായിട്ട് കിടക്കുക ശരീരമൊക്കെ. അവളെ മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു പെണ്ണ. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറോട്, ഇതെന്താ ഇങ്ങനെ അവളെ മനസ്സിലാകുന്നില്ല, ഇതെന്താ കണ്ണിനൊക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയാണ് മരുന്നിൻ്റെ റിയാക്ഷൻ. ഭീതി വിട്ടുമാറാതെ ഇപ്പോഴും പൊട്ടിക്കരിയുന്ന അമ്മയും സഹോദരങ്ങളും അച്ഛനും അടങ്ങുന്ന കുടുംബം. ഭർത്താവ് എന്ത് ചെയ്യണമെന്നറിയാതെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞ് ഞാൻ ഏത് വാതിലാണ് മുട്ടേണ്ടത്, എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള ശിക്ഷ വാങ്ങിച്ചു നൽകേണ്ടത് എന്ന രീതിയിൽ അലയുന്നു. അത് എത്രമാത്രം നിർഭാഗ്യവശാലാണ് ആ സ്ത്രീ മരണപ്പെട്ടത്. ഒരു പക്ഷേ ഇവർ മറ്റൊരു ഹോസ്പിറ്റലിനെ സമീപിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീയും കുഞ്ഞും ഇന്ന് ജീവനോടെ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ അതിനൊന്നും ഇട നൽകാതെ അവിടെ വരുന്ന കസ്റ്റമർ വെറും റേഷൻ കടയിലെ കസ്റ്റമറാണെന്ന രീതിയിൽ വളരെയധികം ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആ ഡോക്ടർക്കും നഴ്സിനുമെതിരെ ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ആരോഗ്യ വകുപ്പിൽ നിന്ന് നമ്മൾ ഇനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു ഉപഭോക്താവിന് ആവശ്യമുള്ളത് നൽകേണ്ടത് ഓരോ സ്ഥാപനത്തിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതിലുമുപരി ഒരു ഹോസ്പിറ്റലിൽ പോലുള്ള സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ആ ജീവന് ഒരു തരത്തിലുള്ള വാല്യൂം കൽപ്പിക്കാതെ ഇതുപോലുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളെ എന്താണ് ചെയ്യേണ്ടത്? ഇവർക്കെതിരെ എന്തുകൊണ്ട് ഇനിയും നടപടികൾ ഉണ്ടാവുന്നില്ല? എത്ര തന്നെ കണ്ടാലും കേട്ടാലും എന്തുകൊണ്ട് ആരും പഠിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല? എത്ര തന്നെ പ്രതിഷേധിച്ചാലും ഒരു തരത്തിലും ശക്തമായ നടപടികൾ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾ പൂട്ടാൻ സമയമായിട്ടും വീണ്ടും ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾക്ക് കാര്യമായ രീതിയിൽ വളർച്ച തന്നെ ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? ഇതുപോലുള്ള ഡോക്ടേഴ്സിനെയും നഴ്സിനെയും പിരിച്ചുവിടുന്നതിന് പകരം കൂടുതൽ ശമ്പളത്തോടെ വീണ്ടും നിർത്തുന്നത് എന്തുകൊണ്ട്? അതെ, നമ്മൾ സാധാരണക്കാർക്ക് ഒരിക്കലും നീതി കിട്ടാൻ പോകുന്നില്ല. ഇതുപോലുള്ള നിയമ സംവിധാനം ഇവിടെ നിലനിന്നാൽ അതെ, നമ്മൾ സാധാരണക്കാരുടെ ജീവന് ഇത്ര തന്നെ വില മതി എന്നാണോ ഇവർ നിശ്ചയിക്കുന്നത്? ഇനി എന്ത് തന്നെ ചെയ്താലും ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല ഒന്നും. ആ സ്ത്രീ അവസാനം അനുഭവിച്ച വേദനയ്ക്ക് പകരമാവില്ല മറ്റൊന്നും. പക്ഷേ ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പ് ഇടപെടണം. ഇവർക്കെതിരെ ശക്തമായ ശിക്ഷകൾ തന്നെ ഏർപ്പെടുത്തണം. ഇതുപോലുള്ള ഹോസ്പിറ്റലുകൾ പൂട്ടിക്കുക തന്നെ ചെയ്യണം.